ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വരട്ടിയതാണ്. പ്രഷർ കുക്കറിലാണ് ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചക്കൊത്ത് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 വരെ എടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. സവാള നല്ല ട്രാൻസ്പാരൻ്റായി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് ഒരുപാട് തക്കാളി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സവാള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലവണ്ണം ഉടയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രണ്ടും കൂടി നല്ലവണ്ണം കമ്പൈൻ ചെയ്ത് വരണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോക്ക് അടുത്ത് ചിക്കൻ ഉണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 or 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 2 വിസിൽ മാത്രം മതി. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രഷറൊക്കെ റിലീസായതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് വരട്ടിയെടുക്കണം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കണം. ഗ്രേവിയൊക്കെ നല്ലവണ്ണം തിക്കാവുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ ഗ്രേവിയുടെ കളർ നല്ലൊരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയുടെ കളർ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാകണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കണ്ട, അല്പം ഒരു നനവോട് കൂടി തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയതിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വരട്ടിയെടുക്കണമെങ്കിൽ അല്പസമയം കൂടി വരട്ടിയെടുക്കാം. പക്ഷെ ഞാനൊരു ഈ ഒരു സ്റ്റേജിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്.
ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.